എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. ശീതയുദ്ധകാലത്ത് കിഴക്കൻ ജർമ്മനിയിലെ രഹസ്യ പോലീസ് സേനയായിരുന്നു സ്റ്റാസി. ദി മിനിസ്ട്രി ഫോർ സ്റ്റേറ്റ് സെക്യൂരിറ്റി എന്നായിരുന്നു ഇതിൻ്റെ മുഴുവൻ പേര്. അമേരിക്കൻ ചാരന്മാർ കല, സംഗീതം, ആനിമൽ ഫാം പോലുള്ള സിനിമകൾ എന്നിവയിലൂടെ രഹസ്യമായി ശീതയുദ്ധകാലത്ത് തങ്ങളുടെ പ്രചാരണം നടത്തിയപ്പോൾ കിഴക്കൻ ജർമ്മനിയുടെ രഹസ്യ പോലീസ് സേനയായ സ്റ്റാസി കൂടുതൽ അസാധാരണമായ ഒരു സാംസ്കാരിക ഉപകരണം ആയുധമാക്കി. ആ ആയുധത്തിൻ്റെ പേരാണ് നമ്മുടെ കവിത. മാസത്തിലൊരിക്കൽ കിഴക്കൻ ജർമ്മൻ അതിർത്തി കാവൽക്കാരും പട്ടാളക്കാരും റൈറ്റിംഗ് ചെക്കിസ്റ്റുകളായി ഒത്തുകൂടുമായിരുന്നു. കവിതയുടെ സൂക്ഷ്മതകളെക്കുറിച്ച് ചിന്തിക്കുകയും അട്ടിമറി സാധ്യതയുള്ള സന്ദേശങ്ങൾക്കായി കവിത എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുകയും ചെയ്യുമായിരുന്നു. സോവിയറ്റ് രഹസ്യ പോലീസ് ഏജൻസികളുടെ സംഭാഷണ നാമമായ ചെക്കയിൽ നിന്നാണ് ഈ ചെക്കിസ്റ്റ് എന്ന പേര് ഉരുത്തിരിഞ്ഞത്. സോവിയറ്റ് റഷ്യൻ സുരക്ഷാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ചെക്കിസ്റ്റുകളെന്ന് വിളിച്ചിരുന്നു. അതാണ് ഞാൻ മേൽപ്പറഞ്ഞ ആ പദപ്രയോഗമായ ചെക്കിസ്റ്റ്. സ്റ്റാസിയുടെ അർദ്ധസൈനിക വിഭാഗത്തിനുള്ളിലെ സീക്രട്ട് അഡ്ലർഷോഫ് ഹൗസ് ഓഫ് കൾച്ചറിൽ വ്ളാഡിമർ ഇലിച്ച് ലെനിൻ്റെയും കിഴക്കൻ ജർമ്മൻ നേതാവ് എറിക് ഹോണേക്കറുടെയും ഛായാചിത്രങ്ങൾക്ക് കീഴിൽ പലപ്പോഴും യോഗങ്ങൾ നടക്കും. പകൽ സമയത്ത് സ്വതന്ത്ര ചിന്തയെ അടിച്ചമർത്തുന്ന പരുക്കൻ പട്ടാളക്കാരും ഗാർഡുകളും പെട്രാച്ചൻ സോണറ്റുകളും അവരുടെ പ്രവൃത്തിയുടെ നേർവിപരീതമായി സ്വതന്ത്രവാക്യങ്ങളും ചിന്തകളും സ്വീകരിച്ചത് ആ മീറ്റിംഗ് സമയത്തായിരുന്നു. കൗമാരത്തിൻ്റെ അവസാനത്തിലെ ചില സൈനികർ രാഷ്ട്രീയത്തെക്കാൾ പ്രണയ കവിതയ്ക്കാണ് കൂടുതൽ ചായ്വ് കാണിച്ചതെന്ന് ഫിലിപ്പ് ഓൾട്ടർമാൻ തൻ്റെ വിചിത്രമായ പുസ്തകമായ ദ സ്റ്റാസി പോയട്രി സർക്കിളിൽ എഴുതുന്നു. സ്റ്റാസി ഹൗസ് ഓഫ് കൾച്ചർ. അഡ്ലർഷോഫ് ഹൗസ് ഓഫ് കൾച്ചറിലെ സാഹിത്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു ഉവേ ബർഗർ. ഡൈ നിഗും 1985 ഇറങ്ങിയ ഈ പുസ്തകത്തിലൂടെ പ്രശസ്തനായ എഴുത്തുകാരൻ. വികാരങ്ങളെ ഉണർത്തുകയും വർഗയുദ്ധ പോരാട്ടങ്ങളിൽ വിജയാഭിലാഷം വളർത്തുകയും ചെയ്യുന്ന കവിതകൾ രചിക്കാൻ ബർഗർ വളർന്നു വരുന്ന എഴുത്തുകാരെ പ്രേരിപ്പിച്ചു. ബഹുമാനിക്കപ്പെടുന്ന ചില വൃത്തങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ കവിതകളെ അവർ ശരാശരിയായി തള്ളിക്കളഞ്ഞു. ചിലർ അദ്ദേഹത്തിൻ്റെ കവിതയെ വെറും സാധാരണമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എഴുത്തുകാരനായ റിച്ചാർഡ് സിപ്സർ ബർഗറിനെ കൃത്രിമമുള്ളവനും തന്ത്രശാലിയുമെന്ന് വിശേഷിപ്പിക്കുന്നു. വഞ്ചനയിലൂടെയും കാപട്യത്തിലൂടെയും തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരു മനുഷ്യൻ. ബർഗർ താമസിയാതെ തൻ്റെ കവിതാ ശിഷ്യനെ എലൈറ്റ് ഗാർഡ് റെജിമെൻറ്റിലെ അംഗമായ അലക്സാണ്ടർ റൂയിക്കയിൽ കണ്ടെത്തി. അദ്ദേഹം കവിതയിൽ രൂപകങ്ങളുടെ അഗ്രഗണ്യനായിരുന്നു. റൂയിക്കയ്ക്കുള്ളിലെ പീഡിക്കപ്പെട്ട കവിതയുടെ ആത്മാവ് പരസ്പര വിരുദ്ധമായ ആശയങ്ങളുമായിട്ടായിരുന്നു മല്ലിട്ടത്. കലാപരമായ സ്വാതന്ത്ര്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി സമന്വയിപ്പിക്കുക എന്ന കിഴക്കൻ ജർമ്മനിയുടെ വിശാലമായ വെല്ലുവിളിയെ തന്നെയാണ് അത് പ്രതിനിധാനം ചെയ്തത്. കാരണം അവിടെ പരസ്പര വിരുദ്ധമാണ്. ആ ആശയങ്ങളും ആ രാജ്യത്തിൻ്റെ ഭരണ സമ്പ്രദായങ്ങളും തമ്മിൽ ഒരിക്കലും ഒത്തുപോകുന്നില്ല. കലയും സാഹിത്യവും സ്വാതന്ത്ര്യബോധങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ കിഴക്കൻ ജർമ്മനിയുടെ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് സ്വഭാവമായിരുന്നു. കാരണം ഇതൊക്കെ ബെർലിൻ മതിൽ ഇടിക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ് കേട്ടോ. അന്ന് ഈ കിഴക്കൻ ജർമ്മനിക്ക് സോവിയറ്റ് യൂണിയൻ്റെ ഒരു കോളനി പോലെയായിരുന്നു. അപ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ സ്വേച്ഛാധിപത്യ സ്വഭാവവും സ്വതന്ത്ര സാഹിത്യ പ്രവർത്തനങ്ങളുമായി ഒത്തുപോകത്തില്ല. എന്നാൽ അവർ ഒരു സ്വതന്ത്ര സാഹിത്യ പ്രവർത്തനമായ കവിതയെ ചാരവൃത്തിക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. കവിത സ്റ്റാസിക്ക് അനുരൂപരല്ലാത്തവരെയും വിമതരെയും മണത്തറിയാൻ അവസരം നൽകി. ഉദാഹരണത്തിന് കോൺക്രീറ്റ് ബഹുനില കെട്ടിടങ്ങളുടെ ഉയരവർദ്ധനവിനെക്കുറിച്ചുള്ള കോൺക്രീഷ്യ എന്ന കവിതയുടെ അർത്ഥത്തെക്കുറിച്ച് എഴുത്തുകാരിയായ അനിഗ്രേറ്റ് ഗോളിനെ ചോദ്യം ചെയ്തു. അതും വെറും 23 വയസ്സുകാരിയാണ്. ഒരിക്കലും പ്രസിദ്ധീകരിക്കാത്ത ആ കവിതയുടെ അടിസ്ഥാനത്തിൽ അവർ 20 മാസം തടവിലാക്കി, മകനിൽ നിന്ന് വേർപെടുത്തി. കാരണം എന്താണ്? ആ കവിതയിൽ സ്റ്റാസി രാജ്യവിരുദ്ധമായ എന്തോ സ്വയം വായിച്ചെടുത്തു എന്നതിനാണ് അർത്ഥം. വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചതിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയോടാണ് ഓൾട്ടർമാൻ അവളുടെ പെരുമാറ്റത്തെ ഉപമിച്ചത്. കിഴക്കൻ ജർമ്മനി സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു സമയത്ത് കവിതയെ ഉപയോഗപ്രദമായ ഒരു ഉപകരണമായി കണ്ടു. 60കളിലും 70കളിലും കിഴക്കൻ ജർമ്മനിയിലെ ജനങ്ങളിൽ 35% പേർ മാത്രമാണ് ഗോഥയെയും പുഷ്കിനെയും വായിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് 90% വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചു. അതിനെ കവിതയെ മുന്നോട്ടുള്ള ഒരു വഴിയായി കണ്ടു.
ശീതയുദ്ധ ആശങ്കകൾക്കിടയിൽ ആണവ വ്യാപനം അങ്ങനെ അടിയന്തരമായി ഉയർന്നു വന്ന പല വിഷയങ്ങളും ഉള്ളപ്പോൾ കവിതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. എന്നിട്ടും കിഴക്കൻ ജർമ്മനിയിലെ കവിതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും വിധി ആഴത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു. ഒരു നൂതന കവിയായി മാറിയ സാംസ്കാരിക മന്ത്രിയായ ജോഹന്നാസ് എസ് ബെച്ചർ സൃഷ്ടിപരമായ ആവിഷ്കാരം കിഴക്കൻ ജർമ്മനിയുടെ സാമൂഹിക സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല അവയെ രൂപപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യണമെന്ന് വാദിച്ചു. ഈ യൂട്ടോപ്യൻ ആദർശം പോളിസി മേക്കേഴ്സിൻ്റെ ഉള്ളിൽ ഒരു തീ കൊളുത്തി. തൊഴിലാളി വർഗത്തിനും ബുദ്ധിജീവികൾക്കും ഇടയിലുള്ള വിടവ് നികത്താൻ സോഷ്യലിസ്റ്റ് യൂണിറ്റി പാർട്ടി ഒരു പരിപാടി സൃഷ്ടിച്ചു. എഴുത്തുകാരെ ഫാക്ടറികളിലോ കൽക്കരി ഖനികളിലോ നിയോഗിക്കുക. അവിടെ അവർ എഴുത്തു തൊഴിലാളികളുടെ സർക്കിൾ ഉണ്ടാക്കി സഹപ്രവർത്തകരുമായി അവരുടെ കഴിവുകൾ പങ്കിടും. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. ഓൾട്ടർമാൻ എഴുതുന്നു, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വ്യവസായത്തിൻ്റെ ഓരോ ശാഖയ്ക്കും അതിൻ്റേതായ എഴുത്തുകാരുടെ സർക്കിൾ ഉണ്ടായിരുന്നു. ട്രെയിൻ കാരേജ് നിർമ്മാണ തൊഴിലാളികൾ, രസതന്ത്രജ്ഞർ, അധ്യാപകർ, അങ്ങനെ എല്ലാത്തിനുമുള്ളിലും എഴുത്തുകാരുടെ ഒരു സർക്കിൾ രൂപപ്പെട്ടു. 1989 നവംബറിൽ ബെർലിൻ മതിൽ വീണതിന് ശേഷം സ്റ്റാസി രഹസ്യ പോലീസ് പിരിച്ചുവിടുകയും അവരുടെ ഫയലുകൾ അവരുടെ മുൻ നിരീക്ഷണ ലക്ഷ്യങ്ങൾ അറിയാൻ പരിശോധിക്കുകയും ചെയ്തു. സാഹിത്യ ദർശകനും കവിയുമായ മേൽപ്പറഞ്ഞ ഉവൈ ബർഗൻ അഡ്ലർഷോഫ് കോമ്പൗണ്ടിലെ കവിതാ സർക്കിളുമായുള്ള തൻ്റെ പ്രവർത്തനത്തിന് മുമ്പ് തന്നെ രഹസ്യ പോലീസുമായുള്ള ബന്ധവും അയാൾ ഒരു സ്റ്റാസി വിവരദാതാവാണെന്നതും തുറന്നു കാട്ടപ്പെട്ടിരുന്നു. ഒരു ഡസൻ വർഷമായി ബർഗർ ഒരു ഇൻഫോർമറായിരുന്നു. സഹപ്രവർത്തകരുടെ കാര്യങ്ങൾ, തമാശകൾ, അവരുടെ കുട്ടികളിൽ ടെലിവിഷനിൽ കണ്ട പാശ്ചാത്യ പരിപാടികൾ എന്നിവ റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു രസകരമായ കാര്യം, അക്കാലത്ത് അവിടെ ടാർസൻ എന്ന കഥാപാത്രമൊക്കെ സർക്കാർ വിരുദ്ധമായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. ടാർസൻ എന്ന കഥാപാത്രത്തെയും അതുമായി ബന്ധപ്പെട്ട എന്തും പാശ്ചാത്യ മൂല്യങ്ങളുടെ പ്രതീകമായി കണക്കാക്കുകയും അത്തരം പരിപാടികൾ TV-യിൽ കണ്ടാൽ അത് തങ്ങളുടെ ഭരണകൂട വിമർശനത്തിനോ ഭരണകൂടത്തെ അപലപിക്കലിനോ കാരണമാകുന്നു എന്നാണ് ഗവൺമെൻറ് കരുതിപ്പോകുന്നത്. ബർഗർ തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് പ്രസിദ്ധീകരിക്കാത്ത കവിതയുടെ കൈയെഴുത്ത് പ്രതികൾ കടം വാങ്ങി പഠിക്കുകയും അതിൽ അവരുടെ രാഷ്ട്രീയ ചായ്വുകൾ സൂക്ഷ്മമായി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കൈയെഴുത്തു പ്രതികളെക്കുറിച്ചുള്ള ബർഗറുടെ വിമർശനങ്ങൾ പലപ്പോഴും നിശ്ചിതവും കാസ്റ്റിക് സ്വഭാവമുള്ളതുമായിരുന്നു. അനാവശ്യമായി രൂക്ഷവും കൈപ്പേറിയതുമായ രീതിയിൽ പരിഹാസം ചൊരിയുക, അങ്ങനെ മറ്റെഴുത്തുകാരെയും അവരുടെ രചനകളെയും അപലപിക്കുന്നതിലൂടെയും അപകീർത്തിപ്പെടുത്തുന്നതിലൂടെയും അദ്ദേഹം നേടിയ ക്രൂരമായ ആനന്ദത്തെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് എഴുത്തുകാരൻ റിച്ചാർഡ് സിപ്സർ പറയുന്നു. പല സഹ എഴുത്തുകാരും അദ്ദേഹത്തിൻ്റെ കോപത്തിനിരയായി. 1982 ചില രഹസ്യ പ്രവർത്തനത്തിന് ബർഗറിന് സ്റ്റാസി സിൽവർ ബ്രദർഹുഡ് ഇൻ ആംസ് എന്ന മെഡൽ ലഭിച്ചു. സ്റ്റാസി സിൽവർ എന്നത് കിഴക്കൻ ജർമ്മൻ രഹസ്യ പോലീസ് അതിൻ്റെ അംഗങ്ങൾക്കും വിവരദാതാക്കൾക്കും അവരുടെ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി നൽകുന്ന മെഡലുകളാണ്. ഒരു പോലീസ് വിവരദാതാവ് എന്ന നിലയിൽ ബർഗറിൻ്റെ രഹസ്യ നോട്ടങ്ങളുടെയും രഹസ്യ പ്രവർത്തനങ്ങളുടെയും ഒക്കെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ കരിയർ ഉയർത്തുകയും ബാങ്ക് അക്കൗണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ശത്രുക്കളെയും ഒളിച്ചു കടത്തുന്ന ചില എതിരാളികളെയും രഹസ്യമായി ശിക്ഷിക്കാനും അത് അദ്ദേഹത്തെ അനുവദിച്ചു. പക്ഷേ ഇതെല്ലാം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശക്തമായ പേന ഉപയോഗിച്ച് മാത്രം. ജർമ്മനിയുടെ സ്റ്റാസി രഹസ്യ പോലീസ് കവിതയിൽ എന്തുകൊണ്ടാണ് കൈവച്ചതെന്ന് മനസ്സിലായില്ലേ? അതായത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും സ്വാതന്ത്ര്യ പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത് സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രഥമമായ മഹത്തായ രൂപമായ കവിതയാണ്. കവിത എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെയും സമര പ്രസ്ഥാനങ്ങൾക്ക് വീറും വാശിയും പ്രചോദനവും പകർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ കവികളും എപ്പോഴും സ്വയം പ്രതിപക്ഷവൽക്കരിച്ചുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷത്തിരുത്തിക്കൊണ്ട് സ്റ്റേറ്റിനെതിരെ രാജ്യത്തിനെതിരെ എപ്പോഴും കവിതകൾ എഴുതാൻ അവർ മടി കാണിക്കാറില്ല. രാജ്യത്തിൻ്റെ കൂടെ ചോദ്യങ്ങൾ ചോദിക്കുക, പൗരന്മാരോടുള്ള അവഗണനയും ചൂഷണത്തെയും ചോദ്യം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാ കവികളും സ്വാഭാവികമായി അവരുടെ പ്രവർത്തനമായി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കവികളും അങ്ങനെ സ്വതന്ത്രമായ സാഹിത്യ പ്രവർത്തനം നടത്തുമ്പോൾ അതിനുള്ളിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയത്തെ രഹസ്യമായി മനസ്സിലാക്കുകയും തങ്ങളുടെ രാജ്യത്തിനെതിരെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത്തരം എഴുത്തുകളിലൂടെയോ രഹസ്യരേഖകളിലൂടെയോ മറ്റും ജനങ്ങൾക്കിടയിൽ പ്രചരിച്ച സർക്കാർ വിരുദ്ധത വളരെ ഒരു കാലത്ത് ഉയർന്ന് ഒരു കലാപമായി രൂപപ്പെട്ട് രാജ്യത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ
അവിടെയൊക്കെ തിരി കൊളുത്തുന്നത് സാഹിത്യകാരായിരുന്നു എന്ന് നമ്മൾ പല മഹത്തായ വിപ്ലവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിഴക്കൻ ജർമ്മനി ഈ കവിതയിലും അവർ ഒരു കൈവച്ചത്. കാരണം തങ്ങളുടെ രാജ്യത്തിനെതിരെ ആരും കവിത എഴുതാൻ പാടില്ല, ഭരണകൂടത്തിനെതിരെ എഴുതാൻ പാടില്ല. അത് വളരെ ബുദ്ധിപരമായി ഒരു കവിതാ സർക്കിളുകൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട്, അങ്ങനെ എഴുത്തുകാരുടെ കൂട്ടായ്മ തന്നെ രൂപീകരിച്ചുകൊണ്ട് എഴുത്തുകാരുടെ ഉള്ളിലിരിപ്പ് അറിയാനും, അങ്ങനെ ഒരു എഴുത്തുകാരുടെ സർക്കിൾ രൂപീകരിക്കുമ്പോൾ ആ രാജ്യത്തും ആ പ്രദേശത്തുമുള്ള എഴുത്തുകാരെല്ലാം അതിനകത്ത് വന്നു ചേരും. അപ്പോൾ അവരുടെ എഴുത്തുകൾ മനസ്സിലാക്കാനും അവരുടെ ചിന്തകൾ മനസ്സിലാക്കാനും, അങ്ങനെ രാജ്യത്തിനെതിരെ എവിടെയെങ്കിലും ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ അതിനാദ്യമേ തന്നെ അങ്ങ് അണച്ചു കളയാനും വളരെ ബുദ്ധിപരമായ ഒരു പ്രവർത്തനമായിരുന്നു അത്. അത് മറ്റു രാജ്യങ്ങളൊന്നും അധികം കൈവെക്കാത്ത ഒരു മേഖലയാണ് ചാരവൃത്തിയും കവിതയും. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.